നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊല്ലം ഇത്തിക്കരയാറ്റിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് പുനലൂർ ഇളമ്പൽ സ്വദേശി അഹദ്. അപകടം പുഴയിൽ കാൽ കഴുകാൻ ഇറങ്ങിയപ്പോൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര അനാസ്ഥ. ഓർത്തോ വിഭാഗം സ്റ്റെറിലൈസറിൽ കൂത്താടിയും കൃമികളും. വൃത്തിഹീനമായ അവസ്ഥയിലുള്ളത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ശുചിയാക്കേണ്ട സ്റ്റെറിലൈസർ. ഇടുക്കി ചൊക്രമുടിയിൽ വീണ്ടും കയ്യേറ്റം. വിലക്ക് നിലനിൽക്കെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിച്ചു. നശിപ്പിച്ചതിൽ നീലക്കുറിഞ്ഞികളും. കോഴിക്കോട് നാദാപുരത്ത് തെരുവുനായ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആക്രമണം മദ്രസ വിട്ട് വീട്ടിലേക്ക് വരും വഴി. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷം. ഇടുക്കി അപ്പർ ചെങ്കുളം വൈദ്യുതി പദ്ധതിക്കായുള്ള ടണൽ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ. പാറ ഖനനം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന ആരോപണം. പ്രതിഷേധിച്ച് വെള്ളത്തൂവൽ നിവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കൃഷിയിടത്തിൽ വീണ ആനയെ പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നു. കൃഷിയിടങ്ങളിൽ പതിവായി നാശം വിതയ്ക്കുന്ന ആനയെ ഉൾക്കാട്ടിലേക്ക് അയക്കുമെന്ന് ഉറപ്പു നൽകിയാലേ രക്ഷാപ്രവർത്തനം അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇവരെ അനുനയിപ്പിക്കാൻ സബ് കളക്ടറുടെയും DFOയുടെയും നേതൃത്വത്തിൽ ചർച്ച നടത്തുകയാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഈ ചർച്ചയിൽ എന്തെങ്കിലും ഒരു സമവായം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ചർച്ച അല്പസമയം മുമ്പ് അവസാനിച്ചിരുന്നു. പ്രതിഷേധക്കാർ അവരുടെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോവില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ആനയെ ഉൾക്കാട്ടിലേക്ക് മയക്കുവെടി വെച്ച് കയറ്റി അയക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ മയക്കുവെടി വെച്ച് ഇപ്പോൾ പിടികൂടാൻ കഴിയുന്ന ഒരു ആരോഗ്യനില അല്ല ആനയ്ക്കുള്ളത്. ഒപ്പം ആന ഇപ്പോൾ കിണറ്റിനുള്ളിലാണ് കിടക്കുന്നത്, വെള്ളത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് വെള്ളത്തിൽ വെച്ച് മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ മയക്കുവെടി വെച്ച ശേഷം ആനയ്ക്ക് ഒരു പരാക്രമം ഉണ്ടാവും. ആന കുതിച്ചു പായുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ കുഴിക്കകത്ത് അതിനുള്ള സൗകര്യമില്ല. ഒപ്പം ആനയുടെ ആരോഗ്യനിലയെ പറ്റി ആശങ്കകളുമുണ്ട്. കാരണം ഈ കുഴിയിലേക്ക് വീണ് ശേഷം അതിനകത്ത് മണിക്കൂറുകളായി കിടക്കുകയാണ്. വീഴ്ചയിൽ ആനയ്ക്ക് കാര്യമായി പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നൊരു നിഗമനവും ആരോഗ്യ വൈദ്യ സംഘം നേരത്തെ നടത്തിയ പരിശോധനയിൽ അവർക്ക് മനസ്സിലായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ മയക്കുവെടി ഇപ്പോൾ വെക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ആനയെ പുറത്തെത്തിക്കാനായി കിണറിന് സമീപത്തായി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചൊരു നിരപ്പുണ്ടാക്കിയാൽ ആ വഴി ആന കയറി കാട്ടിലേക്ക് തന്നെ പോയിക്കൊള്ളും എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതിനുശേഷം കുങ്കിയാനകളെ ഈ വനാതിർത്തിയിൽ വിന്യസിക്കാം. അങ്ങനെ ജനവാസ കേന്ദ്രത്തിലേക്ക് ആനയുടെ വരവിനെ തടയാം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അവിടെ ഡ്യൂട്ടിക്കായി നിയോഗിക്കുകയും ചെയ്യാം. ഇനി ജനവാസ കേന്ദ്രത്തിലേക്ക് വീണ്ടും വരാനുള്ള പ്രവണത ആന കാണിക്കുന്നുവെങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ നിരന്തരമായി ഈ മേഖലകളിൽ ഇപ്പോൾ ആനശല്യം അനുഭവപ്പെടുന്നു. കൃഷിയിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലുമൊക്കെ ഭീതി വിതച്ചുകൊണ്ടാണ് ആനശല്യം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു നടപടിക്രമം ഈ ആനയുടെ കാര്യത്തിൽ ചെയ്യാതെ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല എന്നാണ് ആളുകൾ ആവർത്തിക്കുന്നത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ വഴിമുട്ടുകയും പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയും ചെയ്തു. എന്തായാലും ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആനയെ മയക്കുവെടി വെക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. DFO അല്പസമയം മുമ്പ് അറിയിച്ചതാണ്. ജനങ്ങളുമായുള്ള ചർച്ചകൾ തുടരും. പൂർണ്ണമായും നാട്ടുകാരുടെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. പക്ഷേ ആനയുടെ ആരോഗ്യനില വഷളാണ്, അല്ലെങ്കിൽ ആരോഗ്യപരമായി അവശനാണ് ആന എന്നൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്നാലും ചർച്ചകൾ തുടരും. അതിനുശേഷം ഒരു സമാധാനത്തിലെത്തിയ ശേഷമേ കിണറ്റിൽ നിന്നും ആനയെ പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്നാണ് നാട്ടുകാർക്ക് DFO നൽകിയിരിക്കുന്ന ഉറപ്പ്. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കൃഷിയിടത്തിൽ വീണ ആനയെ പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. ഏതായാലും ഇന്ന് ആനയെ മയക്കുവെടി വെക്കില്ല എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അല്പം ആശങ്കകൾ ഉണ്ട് താനും. MS അനീഷ് കുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. കൊല്ലം ആയൂർ ഇത്തിക്കരയാറ്റിൽ കാൽ കഴുകാനിറങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പുനലൂർ ഇളമ്പൽ സ്വദേശിയായ 21 വയസ്സുള്ള അഹദാണ് മരിച്ചത്. റോഡുവിള ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് 3ാം വർഷ വിദ്യാർത്ഥിയാണ്.
തിരുവനന്തപുരം നെയ്യാറ്റിൻകര പാലിയവിളാകം കടവിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുട്ടട അറപ്പുക്കര സ്വദേശികളാണ് മരിച്ചത്. മകൻ മരിച്ചതിലെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. ഇന്ന് രാവിലെയാണ് നെയ്യാറ്റിൻകര പാലിയംവിളാകം കടവിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരുടെയും കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ കാറും ചെരുപ്പടക്കമുള്ള വസ്തുക്കളും സമീപത്ത് കണ്ടെത്തി. മുട്ടറ അറപ്പുര സ്വദേശികളായ സ്നേഹദേവൻ, ശ്രീകല എന്നിവരാണ് മരിച്ചത്. ഇവരുടെ കാറിൽ നിന്നും കുറിപ്പും കണ്ടെടുത്തു. ദിവസങ്ങൾക്ക് മുൻപ് മകൻ മരിച്ചതായും ഇതിലുള്ള മനോവിഷമമാണ് മരണകാരണം എന്നുമാണ് കുറിപ്പിൽ. തങ്ങളുടെ സ്വത്തുക്കളെല്ലാം ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറ്റം ചെയ്തതായും കുറിപ്പിൽ പറയുന്നു. 2 ജോഡി ചെരുപ്പുകൾ ആറ്റിൻ്റെ കരയിലുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടേതും ഒരു പുരുഷൻ്റെതും. ഒരു ഫ്രൂട്ടി വരുന്ന ഒരു കുപ്പിയും, പകുതി ഉപയോഗിച്ച രീതിയിലുള്ള ഒരു കുപ്പിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സ് എത്തി മൃതദേഹം എടുക്കുമ്പോൾ സ്ത്രീയുടെ കയ്യിൽ ഷോൾ വെച്ച് ബന്ധിച്ച മറ്റൊരു മൃതദേഹം കൂടെ, ഒരു പുരുഷൻ്റെ ഉള്ള മൃതദേഹം കൂടെ കാണുവാനായിട്ട് കഴിഞ്ഞു. 2 മൃതദേഹങ്ങളും പുറത്തെടുത്തു. 52 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷൻ്റെയും അതുപോലെ തന്നെ ഒരു 45 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെയും മൃതദേഹങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തൃശൂർ പുന്നയൂരിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ഒരാൾക്ക് വെട്ടേറ്റു. വാലിപ്പറമ്പിൽ സ്വദേശി സിബീഷിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ ഇയാളുടെ സഹോദരൻ സിജീഷ്, അയൽവാസി മണികണ്ഠൻ എന്നിവരാണ് പിടിയിലായത്. പുറങ്ങിൽ ഉത്സവത്തിൽ കാളകളിക്കിടെ ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. കോഴിക്കോട് നാദാപുരം പാറക്കടവിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 2ാം ക്ലാസ് വിദ്യാർത്ഥിനി അബ്ദിയ ബത്തൂനാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ 8:45ഓടെയാണ് സംഭവം. മദ്രസ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന 2 വിദ്യാർത്ഥിനികളുടെ നേരെയാണ് നായ പാഞ്ഞടുത്തത്. ഒരു കുട്ടി മറ്റൊരു ദിശയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പാറക്കടവ് ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര അനാസ്ഥ. ഓർത്തോ വിഭാഗം സ്റ്റെറിലൈസറിൽ കൂത്താടിയും കൃമികളും. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ശുചിയാക്കേണ്ട സ്റ്റെറിലൈസറിലാണ് കൂത്താടികളെ കണ്ടത്. അറ്റൻഡറെ മേലുദ്യോഗസ്ഥ ശാസിക്കുന്ന ഓഡിയോ ന്യൂസ് 18 ലഭിച്ചു. അത് കാണാം, പുഴുക്കളെ പോലെ ഓടുന്നത്. സിനീസിനെ തന്നെ കാണിക്കാം. ഇല്ല, സിനീസിനെ കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഞാൻ അല്ലെങ്കിൽ ഞാൻ പോയി ജസ്റ്റ് പറഞ്ഞിട്ട് വരാം. ഇപ്പം മാറ്റല്ലേ, ഞാൻ വന്ന് പറഞ്ഞിട്ട് മാറ്റിയാൽ മതി. ഇടുക്കി രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്ന് ആവശ്യം. UDF രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ആവശ്യത്തിന് മരുന്നും ജീവനക്കാരെയും എത്തിച്ച് ചികിത്സ പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം. ഡോക്ടറില്ലാതെ ആശുപത്രി അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായതോടെയാണ് UDF സമരം നടത്തിയത്. മുല്ലക്കാനം കിഴക്കേ കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം CHC കവാടത്തിൽ പോലീസ് തടഞ്ഞു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ചികിത്സയെ തുടർന്ന് അംഗവൈകല്യത്തോടെ ജനിച്ച നവജാത ശിശുവിന്റെ നില ഗുരുതരമായി തുടരുന്നു. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് കുഞ്ഞുള്ളത്. ആന്തരിക അവയവങ്ങൾക്ക് അണുബാധയും നീർക്കെട്ടുമുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയ്ക്കും കുട്ടിയെ വിധേയനാക്കി. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണമാണ് കുഞ്ഞിനെ വിദഗ്ധ ചികിത്സക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരം SATയിലേക്ക് മാറ്റിയത്. SATയിലെത്തി 7 ദിവസം പിന്നിടുമ്പോഴും ശ്വാസകോശത്തിന്റെ അണുബാധ ഗുരുതരമായി തുടരുകയാണ്. വെന്റിലേറ്റർ ട്യൂബ് പ്രവേശിച്ച ഭാഗങ്ങളിൽ നീർക്കെട്ടും രക്തസ്രാവവും കൂടി ആരംഭിച്ചതോടെ സാഹചര്യം കൂടുതൽ ഗുരുതരമായി. മരുന്നുകൾ കൈഞ്ഞരമ്പിലൂടെ കുത്തിവെക്കാൻ കഴിയാതായതോടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടി വന്നു. കാലിന്റെ തുടഭാഗത്തു കൂടിയാണ് ഇപ്പോൾ മരുന്ന് ഉള്ളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരീരം മുഴുവൻ നീരിവച്ച അവസ്ഥയിലാണ് കുഞ്ഞ്. 2.5 മാസം മുമ്പാണ് ആലപ്പുഴ സക്രിയാബസർ സ്വദേശികളായ അനീഷ് സുറുമി ദമ്പതികൾക്ക് വൈകല്യത്തോടെയുള്ള കുഞ്ഞ് ജനിക്കുന്നത്. സുറുമി പ്രസവകാലത്ത് ചികിത്സ സ്വീകരിച്ചിരുന്നത് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നിന്നായിരുന്നു. ഗുരുതര അംഗവൈകല്യം കുഞ്ഞിനുണ്ടായിട്ടും ഗർഭകാല സ്കാനിങ്ങിൽ ഒരിക്കൽ പോലും തിരിച്ചറിയാതിരുന്നത് സ്കാനിംഗ് സെന്ററുകളുടെയും ഡോക്ടർമാരുടെയും വലിയ വീഴ്ചയായി കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ സൗത്ത് പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. കേസിൽ പ്രതികളായ 4 ഡോക്ടർമാർക്കെതിരെ ആരോഗ്യവകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുമ്പോൾ നവജാത ശിശുവും കുടുംബവും കടുത്ത യാതനകളിലൂടെയാണ് കടന്നു പോകുന്നത്. ന്യൂസ് 18 ആലപ്പുഴ.
പത്തനംതിട്ട ഇളമണ്ണൂരിൽ പാറ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ, ടാങ്കർ ലോറി, ഓട്ടോറിക്ഷ എന്നീ വാഹനങ്ങളിലാണ് ഇടിച്ചത്. ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് നിഗമനം. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർക്ക് പരുക്കുണ്ട്. തൃശൂർ ചേലക്കരയിൽ തീപിടുത്തം. ചേലക്കര നാട്ടിയൻചിറ വെറ്റിലാംപാറയിലാണ് തീപിടുത്തമുണ്ടായത്. പാറകളോടുകൂടി തരിശായി കിടക്കുന്ന ഏക്കർ കണക്കിന് കുന്നും പ്രദേശത്താണ് തീ പടർന്നത്. ഇടുക്കി ചൊക്രമുടിയിൽ വീണ്ടും കയ്യേറ്റം. വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിച്ചു. നീലക്കുറിഞ്ഞികളും നശിപ്പിച്ചു. അടിമാലി സ്വദേശിയുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളാണ് വിലക്ക് അവഗണിച്ച് വിവാദ ഭൂമിയിൽ കയറിയത്. ഇന്ന് രാവിലെയാണ് പുൽമേടുകൾ വെട്ടിത്തെളിക്കാൻ തുടങ്ങിയത്. സംഭവം അറിഞ്ഞതോടെ ചൊക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകരും രാജക്കാട് പോലീസും എത്തി. അതായത് ഈ മൈജോയുടെയും സിബിയുടെയും പണിക്കാരാണ്. അവന്മാർ ഒരു 5-8 മെഷീനുമായിട്ട് കള വെട്ടുന്ന മെഷീനായിട്ട് വന്നിട്ടാണ് ഈ പ്രദേശം മുഴുവൻ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഇതിൻ്റെ പുറവശം കാണുന്ന ഈ പ്രദേശം മുഴുവൻ, അതായത് നീലക്കുറിഞ്ഞിയും അതുപോലെ ജൈവവൈവിധ്യങ്ങൾ നിറഞ്ഞ സസ്യജാലങ്ങളെല്ലാം ഉണ്ടായിരുന്നത് എല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടും ഈ പട്ടയെ സംബന്ധിച്ച് വ്യക്തമായി ഇത് വ്യാജപ്പട്ടയമാണെന്നും ഇത് വ്യാജമായിട്ട് നിർമ്മിച്ച പട്ടയമാണെന്നും എല്ലാം വ്യക്തമായിട്ട് ഉണ്ടായിട്ട് പോലും ഗവൺമെൻറ് ഉചിതമായ നടപടിയെടുക്കാത്തതുകൊണ്ടാണ് ഈ കയ്യേറ്റക്കാർ വീണ്ടും വീണ്ടും ഇവിടെ കയ്യേറുകയും അതുപോലെ തന്നെ ഇതുപോലെ ഈ ജൈവസമ്പത്തെല്ലാം വെട്ടി നശിപ്പിക്കുകയും ചെയ്തു. നീലക്കുറിഞ്ഞി ഉൾപ്പെടെ അതീവ ജൈവ പ്രാധാന്യമുള്ള സസ്യങ്ങളാണ് നശിപ്പിച്ചത്. സംഭവം ദേവികുളം സബ് കളക്ടറെയും റവന്യൂ അധികൃതരെയും അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ എത്താൻ വൈകിയെന്നാണ് ആരോപണം. ചൊക്രമുടിയിൽ കയ്യേറ്റം നടന്നെന്ന് വ്യക്തമായിട്ടും നടപടി വൈകുകയാണെന്ന ആരോപണം നിലനിൽക്കെയാണ് വീണ്ടും ഭൂമിയിൽ അതിക്രമിച്ച് കയറിയത്. ന്യൂസ് 18 ഇടുക്കി. കോട്ടയം കളക്ടറേറ്റിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥലം മാറ്റമെന്നാരോപിച്ച് പ്രതിഷേധം. റവന്യൂ വകുപ്പിൽ HRMS അട്ടിമറിച്ച് സ്ഥലം മാറ്റിയെന്നാണ് ആരോപണം. NGO യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് ഉപരോധ സമരം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന 6-വരിപ്പാതയുടെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ അൻഷുലാൽ ശർമ്മ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി. 6-വരിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലും സർവീസ് റോഡുകളെ ബന്ധിപ്പിക്കാൻ 6-വരിപ്പാതയ്ക്ക് കുറുകെ നിർമ്മിച്ച മേൽപ്പാതകളിലും അടിപ്പാതകളിലും വാഹനങ്ങൾ നിർത്തുന്നത് തടയാനാണ് നിർദ്ദേശം. ഇത്തരം വാഹനങ്ങൾക്കെതിരെ അതത് സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും നടപടി സ്വീകരിക്കുക. ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത 45 മീറ്റർ വീതിയിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കാനാണ് നിർദ്ദേശം. ആദ്യ നടപടി എന്നുള്ള രീതിയിൽ ആ വാഹനങ്ങളുടെ നമ്പർ ഇട്ട് അവർക്ക് ഫൈൻ ഇട്ടുകൊണ്ട് നോട്ടീസ് വാഹനത്തിന്റെ മുകളിൽ തന്നെ പതിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. തുടർന്ന് ഫൈൻ അടക്കേണ്ടി വരും. ഇതിന് അല്ലെങ്കിൽ വാഹനങ്ങൾ ഏറ്റെടുക്കുന്ന നടപടി സ്വീകരിക്കേണ്ടി വരും. നാളെ മുതൽ തന്നെ നടപടി ആരംഭിക്കുകയാണ്. കുളപ്പുറത്തൊക്കെ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ നിർത്തിയിടുന്ന വാഹനങ്ങൾ പലതും രാത്രിയിലാണ് കൊണ്ടുപോകുന്നത്. ഇത് ദേശീയപാത നിർമ്മാണത്തെ ബാധിക്കുന്നതായും ഉത്തരവിൽ പറയുന്നുണ്ട്. മാർച്ച് 31-നകം പുതിയ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് ഉത്തരവ്. ജില്ലയുടെ പല ഭാഗത്തും ഇത്തരത്തിൽ അനധികൃത വാഹന പാർക്കിംഗ് ഉള്ളതിനാൽ ജോലികൾ മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് NHAI കർശന നടപടിയെടുക്കുന്നത്. ന്യൂസ് 18 തിരൂർ. നിർത്തലാക്കിയ KSRTC സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി പത്തനംതിട്ട തണ്ണിത്തോട് നിവാസികൾ. സ്വകാര്യ ബസ് ലോബികളുടെ ഇടപെടലാണ് സർവീസ് നിർത്താൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തണ്ണിത്തോടുകാർക്ക് ഒരു കാലത്ത് KSRTC ബസ്സുകൾ മാത്രമായിരുന്നു ആശ്രയം. പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് സർവീസുകൾ ഓരോന്നായി നിർത്തലാക്കി. സ്വകാര്യ ബസ് ലോബികളെ സഹായിക്കാനായിരുന്നു ഈ നീക്കമെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാൽ തണ്ണിത്തോടുകാർ KSRTC സർവീസാണ് ആഗ്രഹിക്കുന്നതും. അതിനാൽ 5 വർഷം മുൻപ് നിർത്തലാക്കിയ സർവീസ് പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം. ബസ്സില്ലെന്നുള്ളത് ഒരു പെട്ടെന്നുണ്ടായ ഒരു അവസ്ഥയാണ്. ഇത് ഞാൻ NDAയുടെ ഒരു എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ബസ്സില്ലെന്ന് അറിയത്തില്ല. രാവിലെ 4 മണിയുടെ ഗുരുവായൂർ ഫാസ്റ്റിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോഴാണ് അറിയുന്നത് KSRTC ബസ് ഇല്ലെന്ന്.
പിന്നെ അതുകൊണ്ട് എനിക്ക് ആ എക്സാമിന് എഴുതാൻ പറ്റാതായി. അതായത് ഇവിടുന്ന് ആ സമയത്ത് പോകാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഈ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അത് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റിയില്ല. രാത്രിയും പകലും കാട്ടാനകൾ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തിട്ടുള്ളതിനാൽ ഈ വഴി ചെറുവാഹനങ്ങളിലെ യാത്ര അപകടകരമാണ്. പ്രശ്നം CPM ജില്ലാ നേതൃത്വം ഇടപെട്ട് ഗതാഗത മന്ത്രിയെ അറിയിച്ചിട്ടും നടപടിയായില്ല. രാവിലെ 4:30 തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലേക്ക്, എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾക്ക് പോകാൻ വേണ്ടി ഒരു ബസ്സുണ്ടായിരുന്നു. 2018 കോവിഡിന് ശേഷവും ഈ വാഹനങ്ങൾ പിന്നീട് ഇവിടെ വന്നിട്ടില്ല. ഏതാണ്ട് 5 വർഷക്കാലയളവായി KSRTC ബസ് ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇപ്പോൾ പല സന്ദർഭങ്ങളിലും KSRTC ബസ് വരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് സമരങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ നടത്തി. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും KSRTC ബസ് വിടുന്നതിനോട് താല്പര്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഗവൺമെൻറ്റിന് KSRTC ബസ് വിടാനുള്ള നല്ല താല്പര്യമുണ്ട്. ഗവൺമെൻറ് പല സന്ദർഭങ്ങളിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളുടെ താല്പര്യമില്ലായ്മയാണ് KSRTC ബസ് യഥാർത്ഥത്തിൽ തണ്ണിത്തോട്ടിലേക്ക് വരാത്തത്. KSRTC ബസ് സർവീസിനായി പ്രതിഷേധമുയർത്താനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. പത്തനംതിട്ട കോന്നി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട KSRTC ബസ് ഉരുണ്ടുപോയി. അപകടം. എതിർവശത്തെ കടയിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. വലിയ അപകടമാണ് ഒഴിവായത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. കാര്യങ്ങൾ നോക്കാൻ വരുന്ന ഒരാളാണ്. സ്ഥിരമായി ഇവിടെ നിൽക്കാറുണ്ട്. ഞാനിവിടെ നിൽക്കുകയും അവിടുന്ന് വണ്ടി സ്റ്റാർട്ടായി കിടന്ന വണ്ടിയാണ് ഉരുണ്ട് വന്ന് റോഡിൻ്റെ കൈവരി ഇളക്കി. ആ കൈവരിയുടെ മണ്ടയിൽ കൂടെ റോഡിന് കുറുകെ വന്ന് സിംലയുടെ കൈവരി ഇളക്കി. ലൈറ്റ് വെച്ചിരുന്ന ആ ലൈറ്റ് ഇടിച്ചു കളക്കി. സിംലയുടെ ഫ്രണ്ടിലെ ചൈനീസിൻ്റെ പ്രത്യേക ഒരു ആളുണ്ടാക്കിയിരുന്നു. അതെല്ലാം ഇടിച്ചിളക്കി വന്നു. ജീവൻ രക്ഷപ്പെടാനുള്ള ഒരിതുകൊണ്ടാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരുടെ മൂലയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഓടി അങ്ങ് പോവുകയും ചെയ്തു. എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു കണ്ടീഷനായിപ്പോയി. ഇടുക്കി അപ്പർ ചെങ്കുളം വൈദ്യുത പദ്ധതിക്കായുള്ള ടണൽ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ. ഉഗ്രസ്ഫോടനത്തോടെയുള്ള പാറ ഖനനം മൂലം മേഖലയിൽ ജീവിക്കാനാകാത്ത സാഹചര്യമാണെന്നാണ് ആരോപണം. വെള്ളത്തൂവൽ എൽക്കുന്ന് നിവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പർ ചെങ്കുളം പദ്ധതിക്കായി വൻ മലയ്ക്ക് കുറുകെയാണ് ടണൽ നിർമ്മിക്കുന്നത്. മേഖലയിലെ പാറ തുരന്ന് ടണൽ നിർമ്മിക്കുന്നതിനായി മാസങ്ങളായി ഖനനം നടക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പാറ പൊട്ടിക്കുന്നതെന്നും ഉഗ്രസ്ഫോടനത്തോടെ തുടർച്ചയായി പാറ പൊട്ടിക്കുന്നത് മൂലം നിരവധി വീടുകൾക്ക് വിള്ളലേറ്റെന്നും നാട്ടുകാർ പറയുന്നു. വീടുകൾക്ക് മുകളിൽ കല്ലുകൾ പതിച്ച സംഭവമുണ്ട്. ആളുകൾ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് കല്ലുകൾ ഇങ്ങനെ ചെതറി വീടുകളുടെ മേളിലേക്ക് ചെന്ന് വീണു. ഇവിടെ താഴെ 2-3 വീടിന്റെ മേളിലേക്ക് കല്ലുകൾ വന്ന് വീഴുകയും ഷീറ്റിട്ട് വീടുകളുടെ ഷീറ്റുകൾ പൊട്ടിത്തകർന്നു വീഴുകയും അവിടെ നിന്ന് ആളുകൾ അത്ഭുതകരമായിട്ടാണ് സത്യത്തിൽ രക്ഷപ്പെട്ടു പോയത്. കാരണം ഈ കല്ല് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ദേഹത്താണ് വീഴുന്നതെങ്കിൽ അവിടെ മരണം തന്നെ സംഭവിക്കും. ഉഗ്രശബ്ദത്തിലുള്ള സ്ഫോടനം മൂലം വീട്ടിലിരിക്കാൻ പോലും ആകാത്ത സാഹചര്യമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പെരക്കാതിരിക്കാൻ പോലും പേടിയായി. ഈ വീട് വെടിവെക്കുമ്പോൾ തന്നെ ഞങ്ങൾ പെരക്കാത്തുനിന്ന് ഓടി ഇറങ്ങി പോവുക. ഇതെപ്പോഴായി ഉരുണ്ട് തലയിലേക്ക് വീഴുന്ന അറിയത്തില്ല. അതുപോലത്തെ രീതിയിലുള്ള ഒടുക്കമാണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നത്. ഒരേ സമയം നിരവധി സ്ഫോടനങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും ഖനനത്തിന് ആധുനിക മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും കരാറുകാർ നടപടി സ്വീകരിച്ചിട്ടില്ല. പദ്ധതിക്ക് എതിരല്ലെന്നും എന്നാൽ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്താൻ ഇടപെടലുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേ ടണൽ വൃത്തിയാക്കുന്ന ദൌത്യം അവസാന ഘട്ടത്തിലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ടണലിനു പുറത്ത് ശേഷിക്കുന്ന 55 മീറ്റർ 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. ആമിഴഞ്ചാൻ തോട്ടിൽ വീണ് ജോയ് എന്ന ശുചീകരണ തൊഴിലാളി മുങ്ങി മരിച്ചതോടെയാണ് മാലിന്യ നീക്കം വേഗത്തിലായത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ശുചീകരണം ആരംഭിച്ചത്. ഇടയ്ക്കിടെ പെയ്ത മഴ തടസ്സം സൃഷ്ടിച്ചെങ്കിലും കഴിഞ്ഞയാഴ്ചയോടെ ടണലിനടിയിലെ മാലിന്യം ഏറെക്കുറെ നീക്കി. റെയിൽവേ ടണലിന് അടിയിലൂടെയുള്ള തോടിന്റെ 117 മീറ്ററിൽ 1200 ഘനമീറ്റർ മാലിന്യമാണ് നീക്കം ചെയ്തത്. ഫെൻസിംഗ് അടക്കം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നഗര വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽപ്പെടുത്തി അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അനുമതി തരികയാണ്. അതിന്റെ ഭാഗമായി റെയിൽവേ ട്രാക്കിനടിയിലുള്ള ഏതാണ്ട് 117 മീറ്റർ നീളത്തിൽ 1200 ഘനമീറ്റർ എക്കലും ചെളിയും മണ്ണുമെല്ലാം മാറ്റപ്പെട്ടു. അതിന്റെ വെളിയിൽ ഏതാണ്ട് 65 മീറ്ററോളം വരുന്ന സ്ഥലത്ത് 1300 ഘനമീറ്ററോളം വരുന്ന അഴുക്ക് ചാലിൽ പെട്ടിട്ടുള്ള ചെളിയും വെക്കലുമെല്ലാം
പൂർണ്ണമായി നീക്കുന്നതിനുള്ള നടപടികൾ വരുന്ന ഏതാനും ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കും. 63 ലക്ഷം മുടക്കി ജലസേചന വകുപ്പ് നടത്തിയ ഡീസിൽറ്റേഷൻ അടക്കമുള്ള പ്രവർത്തികളാണ് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു വരുന്നത്. നഗര വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽ നിന്ന് പണം ചെലവാക്കിയാണ് പ്രവൃത്തി നടപ്പാക്കുന്നത്. അതേസമയം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹകരണവും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി ആരോപിച്ചു. അതിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന പ്രവൃത്തിയിൽ ഒരു ശുചീകരണ തൊഴിലാളിയുടെ മരണമുണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഗതിവേഗം കൂട്ടുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചത്. അങ്ങനെ വന്ന സന്ദർഭത്തിൽ ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യപടി. റെയിൽവേ അക്കാര്യത്തിൽ പൂർണ്ണമായൊരു സഹകരണം നൽകാൻ തയ്യാറായില്ല. ആമയിഴഞ്ചാൻ തോട്ടിൽ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് 12 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്. പഴവങ്ങാടി തോടിൽ പനവിള മുതൽ കോൺഫ്ലുവൻസ് പോയിന്റ് വരെയുള്ള ഡീസിൽറ്റേഷൻ, ക്ലീനിംഗ്, മറ്റ് അറ്റകുറ്റപ്രവർത്തികൾ എന്നിവയ്ക്ക് 30 ലക്ഷം രൂപയുടെ ഭരണാനുമതിയും മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിൽ വേലി കെട്ടാൻ 5.54 കോടി രൂപയും നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് കപ്പൂരിൽ കാട്ടുപന്നികളുടെ വിഹാരം ബൈക്ക് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പാലക്കാട് കപ്പൂരിൽ വീട്ടിലേക്ക് വരികയായിരുന്ന കുമരനല്ലൂർ കള്ളിക്കുന്ന് സ്വദേശി ഷമീർ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിലാണ് കാട്ടുപന്നി വന്നിടിച്ചത്. നിയന്ത്രണം തെറ്റിയ വാഹനം റോഡിലേക്ക് മറിഞ്ഞു വീണു. വീഴ്ചയിൽ ഷമീറിന്റെ ദേഹമാസകലം ചതവും പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട്. ഷമീർ ആശുപത്രിയിൽ ചികിത്സ തേടി. തിരിയുമ്പോൾ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ഈ ഒരു സാധനം പാസ് ചെയ്തു. ഈ പാസ് ചെയ്ത പാട് എനിക്ക് പെട്ടെന്ന് വണ്ടി വെട്ടിക്കേണ്ടി വന്നു. വെട്ടിച്ചതിൽ വണ്ടി മറിയും ചെയ്ത്, പിന്നെ മേലാകെ മൂടിയാവും ചെയ്തു. പിന്നെ ഈ പന്നി എന്ന് പറഞ്ഞ സാധനം ഡയറക്റ്റായിട്ട് നേരെ അപ്പുറത്തെ പറമ്പിലേക്കാണ് പോയിരിക്കുന്നത്. ഈ കാണുന്ന പറമ്പിൽ ഉണ്ട് സാധനം ഉണ്ട്. അത് ഈ രാത്രി 10:30 മണിക്ക് 11 മണിക്ക് കാണാം. ഒച്ചപ്പാടും കൂടി ഉണ്ടാക്കിയിട്ട് പോകും. അപ്പോൾ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ സാധനത്തിനെ കാണാം. പിന്നെ ഒറ്റക്കുള്ള ആയതുകൊണ്ട് നമുക്ക് അവരെ ഓടിക്കാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ നമുക്കൊരു പാകില്ല. മുൻകാലങ്ങളിൽ രാത്രി മാത്രമായിരുന്നു കാട്ടുപന്നികളുടെ ശല്യം. എന്നാൽ നാട്ടിൽ തന്നെ കഴിയാൻ തുടങ്ങിയതോടെ ഇവയ്ക്ക് മനുഷ്യരെ പേടിയില്ലാതായി. പകൽ സമയങ്ങളിലും കാട്ടുപന്നികൾ കൂട്ടമായാണ് ജനവാസ മേഖലയിൽ എത്തുന്നത്. ഇതോടെ ഭീതിയോടെയാണ് നാട്ടുകാർ പുറത്തിറങ്ങുന്നത്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് ഞാങ്ങാട്ടിരിയിൽ റോഡ് കീഴടക്കി പന്നിക്കൂട്ടം. ഇന്നലെ രാത്രി കാർ യാത്രക്കാരനാണ് ദൃശ്യം പകർത്തിയത്. പിന്നീട് ഇവ കൂട്ടത്തോടെ സമീപത്തെ പാടത്തേക്ക് പോയി. എത്ര ആൾക്കാരാണ്? ഇടുക്കി അടിമാലി 200 ഏക്കറിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. നന്മ കൃഷിക്കൂട്ടമാണ് കൃഷി ഇറക്കിയത്. കൊയ്ത്തുത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. ആഘോഷമായാണ് കൊയ്ത്തുത്സവം നടന്നത്. അടിമാലിയിലെ 13-14 വാർഡുകളിലാണ് കൃഷി. 5 ഹെക്ടറിലാണ് നെൽകൃഷി ചെയ്തത്. നന്മ കൃഷിക്കൂട്ടത്തിലെ അംഗങ്ങൾ നേതൃത്വം നൽകി. പൊന്മണി H4 ഇനങ്ങളിൽപ്പെട്ട വിത്തിനങ്ങളാണ് ഉപയോഗിച്ചത്. മെച്ചപ്പെട്ട വിളവ് ലഭിച്ചതോടെ കർഷകർക്കും സന്തോഷമായി. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. വിളവെടുത്ത നെല്ല് നാട്ടിൽ തന്നെ വിറ്റഴിക്കാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് 18 അടിമാലി. വയോജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അടുത്തറിഞ്ഞ് ജനമൈത്രി പോലീസ്. കോഴിക്കോട് മാവൂരിലാണ് വയോജന സംഗമം നടത്തിയത്. മാനസിക പ്രയാസങ്ങളും അവഗണനയും ഒറ്റപ്പെടലുകളും അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് ആശ്വാസമേകുന്നതായിരുന്നു സംഗമം. കോഴിക്കോട് സിറ്റി പോലീസിന് കീഴിൽ ആദ്യമായാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത്. പോലീസിന് എന്തൊക്കെ കാര്യങ്ങൾ അവരോട് പറയാനുണ്ടോ, അതുപോലെ അവർക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിനുള്ളൊരു വേദിയും കൂടിയായിട്ടാണ് ഇന്നത്തെ ഒരു സംഗമം ഉദ്ദേശിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നീട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരു വെളിപ്പാടുകളെ പോലീസ് ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പും ഈ ഒരു സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നതാണ്. മാവൂർ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 200ഓളം വയോധികർ സംഗമത്തിൽ പങ്കെടുത്തു. സൗഹൃദങ്ങൾ പങ്കിട്ടും കലാപരിപാടികൾ നടത്തിയും സംഗമം വേറിട്ടതായി. മാവൂർ ചാലിയാറിൽ നടന്ന പരിപാടി കോഴിക്കോട് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ
അരുൺ കെ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വികസനത്തിലേക്കാണ് രാജ്യം കുതിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ആ മാറ്റം അനിവാര്യമാണെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിൽ സൈനിക സ്കൂളിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധവും വിദ്യാഭ്യാസവും ഒത്തുചേർന്നുള്ള സൈനികരെയാണ് രാജ്യത്തിന് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. മാനേജിംഗ് ട്രസ്റ്റി ML ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V അനിൽകുമാർ മന്ത്രിയെ ആദരിച്ചു. ഡോക്ടർ B സന്തോഷ്, പ്രൊഫസർ M രമേശൻ, ഗോപാലൻകുട്ടി, ധന്യ രഞ്ജിത്ത്, H മേഘനാഥൻ, ജയപ്രകാശ് വെല്യത്തൻ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റിന് 7505 രൂപ, പവന് 60,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6205, പവന് 49,640 രൂപ. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും.